ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്ത് എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കെ.ജി. ദിനകർ ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട്? അജിംഷാദ്, കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയും ഒപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ.പി.സി.സി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയിൽ ഉയർന്നു വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ രാജൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയവും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. രാജൻ ബാബു SNDP യോഗത്തോടൊപ്പം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വെള്ളാപ്പള്ളിയുടെ പാർട്ടിയോടൊപ്പം ഉപദേശകനായി തുടരുന്ന ഒരു പശ്ചാത്തലം, അതോടൊപ്പം അദ്ദേഹം ആലുവയിൽ വെള്ളാപ്പള്ളിക്കൊപ്പം ജാമ്യമെടുക്കാൻ വേണ്ടി പോയ ഒരു സാഹചര്യം, ഇതൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമായത്. പ്രാഥമികമായിട്ടുള്ള ഒരു ചർച്ച ഇരുവരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയുണ്ടായി. സംസ്ഥാനത്തെ പൊതുസ്ഥിതിഗതികൾ ഇരുവരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുസ്ഥിതി ചർച്ചയിൽ കൂടിക്കാഴ്ചയിൽ അത് തന്നെയാണ് ദിനകർ. അതായത് ചെന്നിത്തലയും സുധീരനും അടക്കമുള്ളവർ ശക്തമായ നിലപാട് രാജൻ ബാബുവിന് എതിരെ എടുക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് രാജൻ ബാബുവിനെ സംരക്ഷിക്കുന്നതെന്ന ആരോപണം ഉയരുന്ന കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച. എ.കെ. ആന്റണി ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ അടക്കമുള്ള വിവരങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതടക്കമുള്ളവ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തേക്കാം. തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ ഹൈക്കമാൻഡിന്റെ നിലപാടുകൾ എ.കെ. ആന്റണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല എങ്കിൽ കൂടി രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെയും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് എ.കെ. ആന്റണി ഉമ്മൻചാണ്ടിയെ ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ അജണ്ടയോടുകൂടി മുന്നോട്ട് നീങ്ങിയില്ല എങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാർ ആശുപത്രികളിലെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലെ അസൗകര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും അത്തരം കാര്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അത് പരോക്ഷമായി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകണം എന്ന ഒരു ഉപദേശവും അദ്ദേഹം നൽകിയതായി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അജിംഷാ, ശരി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഇന്ദിരാഭവനിൽ കെ.പി.സി.സി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിന്റെ വിവരങ്ങളാണ് ദിനകർ നൽകിയത്.